നമസ്കാരം. പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന നമ്മുടെ ബോട്ടണിയിലെ ഈ വർഷത്തെ അവസാനത്തെ ചാപ്റ്റർ, ലാസ്റ്റ് 11ാമത്തെ ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തു വന്നത്. പ്ലാൻ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതും പ്ലാൻ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്സിൻ, ഗിബോളിൻ, സൈറ്റോകൈനിൻ തുടങ്ങിയ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ പ്ലാൻ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോണുകളെയും എത്തിലിൻ എന്ന പാർഷ്യലി ഒരു പ്ലാൻ ഗ്രോത്ത് ഇൻഹിബിറ്റർ എന്ന് പറയാവുന്ന പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്ററിനെയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ അബ്സിസിക് ആസിഡ് എന്ന മറ്റൊരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ കൂടെ നമുക്ക് പരിചയപ്പെടാം. അബ്സിസിക് ആസിഡ് is a naturally occurring growth inhibitor and is acidic in nature. So, abscisic acid mainly acts as a growth inhibitor. It is discovered for its role in abscission and dormancy. Abscission നിങ്ങൾക്കറിയാം, കൊഴിഞ്ഞു പോക്കാണ്. ഡോർമൻസി എന്ന് പറഞ്ഞാൽ വളർച്ചയില്ലാതിരിക്കുന്ന ഒരു ഘട്ടമാണ് സസ്യങ്ങൾക്ക്, അല്ലെങ്കിൽ അവയുടെ വിത്തിനോ മറ്റും വളർച്ചയില്ലാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സാധാരണ ഡോർമൻസി എന്ന് പറയുക. ഇപ്പോൾ ഡോർമൻസി, അബ്സിഷൻ തുടങ്ങിയ വളർച്ചാ ഘട്ടങ്ങളിൽ ത്വരിതപ്പെടുത്തുന്നതല്ലാത്ത ഘട്ടങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ അബ്സിസിക് ആസിഡ് എന്ന പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്ററിൻ്റെ ഡിസ്കവറി തന്നെ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് ഡോർമിൻ because it causes bud dormancy. It mainly acts as an inhibitor and an inhibitor of plant metabolism. മിക്കവാറും ചെടികളിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു എൻസൈമായിട്ട്, ഒരു ഹോർമോണായിട്ടാണ് അബ്സിസിക് ആസിഡ് പൊതുവെ അറിയപ്പെടുന്നത്. It is synthesized mainly in leaves and translocated to other parts through phloem. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. എവിടെയാണ് ആവശ്യം അവിടേക്ക് സാധാരണ ഇവ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ അബ്സിസിക് ആസിഡ് പ്രധാനമായിട്ടും ലീവ്സിലാണ് അല്ലെങ്കിൽ ഇലകളിലാണ് സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. ദേ ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ഫ്ലോയം. ദെൻ വൈ ദിസ് അബ്സിസിക് ആസിഡ് ഇസ് മെയിൻലി നോൺ ആസ് എ ഗ്രോത്ത് ഇൻഹിബിറ്റർ? ബിക്കോസ് ഇറ്റ് ഇൻഹിബിറ്റ്സ് സീഡ് ജെർമിനേഷൻ, it stimulates the closure of stomata in the epidermis and increases the tolerance of plants to various kinds of stresses. പ്രധാനമായിട്ടും അബ്സിസിക് ആസിഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയാവുന്നത്, ഒന്ന്, ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് സീഡ് ജെർമിനേഷൻ. അതായത് വിത്ത് നിങ്ങൾക്കറിയാം വളരെ കാലം സൂക്ഷിച്ചു വയ്ക്കാനാകും നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം, അല്ലെങ്കിൽ അവ എപ്പോഴാണോ അനുകൂലമായ സാഹചര്യം വരുന്നത് അപ്പോൾ മാത്രം ജെർമിനേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് സാധാരണ സസ്യങ്ങളുടെ വിത്തുകൾക്കുണ്ട്. അവയ്ക്ക് അങ്ങനെ ഡോർമെൻ്റ് ആയിട്ട് ഇരിക്കാനുള്ള കഴിവ് നൽകുന്നതിൽ ഒരു പ്രധാന പങ്കുള്ളത് അബ്സിസിക് ആസിഡ് എന്ന ഗ്രോത്ത് ഇൻഹിബിറ്ററിനാണ്. മറ്റൊന്ന്, സ്ട്രെസ്സ്, ധാരാളമായ സ്ട്രെസ്സുകൾ ഒരു തുറന്ന അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സസ്യങ്ങൾക്ക് പ്രധാനമായിട്ടും വരൾച്ച, അല്ലെങ്കിൽ അതിഭയങ്കരമായ ചൂട്, വെള്ളം കിട്ടാതെ വരുന്ന ഒരവസ്ഥ, ഇത്തരം സ്ട്രെസ്സുകളെ ഓവർകം ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം സ്ട്രെസ്സുകളെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അവ ടോളറേറ്റ് ചെയ്യാൻ സസ്യങ്ങളെ സഹായിക്കുന്ന ഒരു ഗ്രോത്ത് റെഗുലേറ്ററാണ് അബ്സിസിക് ആസിഡ്. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. സസ്യങ്ങളുടെ ഇലകളിൽ കാണുന്ന സ്റ്റൊമാറ്റകൾ അടഞ്ഞിരിക്കുന്നതിനെ സഹായിക്കുന്ന ഒരു ഗ്രോത്ത് റെഗുലേറ്റർ എന്ന രീതിയിൽ ഇറ്റ് ക്യാൻ അവോയ്ഡ് ഓർ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ ടോളറൻസ് ഓഫ് പ്ലാന്റ്സ് ടു വേരിയസ് കൈൻഡ്സ് ഓഫ് സ്ട്രെസ്സസ്. ജലനഷ്ടം ചെടികളിൽ നിന്നുണ്ടാകുന്ന രീതിയിലുള്ള സ്ട്രെസ്സുകളെ ഓവർകം ചെയ്യാൻ അബ്സിസിക് ആസിഡ് സസ്യങ്ങളെ സഹായിക്കുന്നു. അതിനാൽ തന്നെ this abscisic acid is otherwise called as stress hormone. സസ്യങ്ങളിലെ സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് അബ്സിസിക് ആസിഡാണ്. ഇറ്റ് ഓൾസോ പ്ലേസ് an important role in seed development, maturation and seed dormancy. വിത്ത് ഉണ്ടാകുന്നത്, അത് പാകമാകുന്നതിന് വിത്തിനെ ഡോർമെൻ്റ് ആയിട്ടിരിക്കാൻ, ജെർമിനേറ്റ് ചെയ്യാതെ, അതായത് വിത്ത് മുളച്ചു വരാതെ ഡോർമെൻ്റ് ആയിട്ട് വളരെ കാലം സൂക്ഷിച്ചു വയ്ക്കാൻ ഒക്കെ സഹായിക്കുന്നുണ്ട് അബ്സിസിക് ആസിഡ്.
It also helps seeds to withstand desiccation and other factors unfavorable for growth. സാധാരണ ഒരു വിത്ത് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മുളച്ചു വരണമെങ്കിൽ ധാരാളം ഫാക്ടേഴ്സ്, ജലം, ടെമ്പറേച്ചർ പോലെയുള്ള ധാരാളം ഫാക്ടേഴ്സ് അതിന് ഒരു ആവശ്യമാണ്. ഇത്തരം ഫാക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതിരിക്കുമ്പോൾ വിത്തിനെ ഡോർമെൻ്റ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അബ്സിസിക് ആസിഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ. ഇറ്റ് ഈസ് ആൻറ്റിഗോണിസ്റ്റ് ടു ഗിബർലിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് എത്തിലിൻ ഒരു ഓക്സിൻ പ്രൊമോട്ട് ചെയ്യുന്ന പലതിനെയും തടയുന്നതിന് എത്തിലിന് സാധിക്കുമെങ്കിൽ അബ്സിസിക് ആസിഡ് പ്രധാനമായിട്ടും ഗിബർലിൻ എന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ പ്രൊമോട്ട് ചെയ്യുന്ന പല ഫങ്ഷൻസിനെയും അതിന് ആൻറ്റഗോണിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഹോർമോണാണ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് റെഗുലേറ്ററാണ് അബ്സിസിക് ആസിഡ്. It inhibits growth stimulated by gibberellin by inducing dormancy. ഗിബർലിൻ്റെ സഹായത്തോടു കൂടി ത്വരിതപ്പെട്ടേക്കാവുന്ന വളർച്ചയെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഡോർമെൻ്റ് ആയിട്ട് നിലനിർത്താൻ അബ്സിസിക് ആസിഡിന് സാധിക്കും. ചെടികളുടെ വളർച്ചയിൽ അല്ലെങ്കിൽ സസ്യങ്ങളുടെ വളർച്ചയിലും വികാസത്തിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് ഡിസ്കസ് ചെയ്തു വന്നത്. സോ നൗ യു ആർ അവെയർ ഓഫ് some of the growth promoting regulators and some of the plant growth inhibiting regulators. ഇത്തരത്തിൽ ഫേവറബിൾ ആയിട്ടുള്ളതും അൺഫേവറബിൾ ആയിട്ടുള്ളതുമായ ധാരാളം പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് സസ്യങ്ങളിലെ വളർച്ചയും വികാസവും ഉണ്ടാകുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് സസ്യ വളർച്ചയുടെ ഒരു ഇൻറ്റേർണൽ ഫാക്ടറാണ്, അല്ലെങ്കിൽ സസ്യങ്ങളുടെ ഉള്ളിലുള്ളൊരു ഫാക്ടറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സസ്യങ്ങളുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ശരിയായ വളർച്ചയ്ക്കും വികാസത്തിനും ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് മാത്രമല്ല ആവശ്യം, ധാരാളം എക്സ്റ്റേർണൽ ഫാക്ടേഴ്സും ഒരു സസ്യത്തിൻ്റെ വളർച്ചയെയും വികാസത്തെയും ബാധിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ, ലൈറ്റ്, വാട്ടർ, ഇത്തരത്തിലുള്ള എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് ധാരാളമായിട്ട് ചെടിയുടെ വികാസങ്ങളിലെ അല്ലെങ്കിൽ ചെടി വികസിക്കുന്നതിനുള്ള പല പ്രോസസ്സുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ചില പ്രോസസ്സുകൾ ഏതാണ്, അതായത് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഒരു ചെടിയുടെ വികാസത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്കിനി ഒന്ന് നോക്കാം. എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഒരു സസ്യ വളർച്ചയിലും വികാസത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നത്? അത്തരത്തിലുള്ള ചില പ്രോസസ്സുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഫോട്ടോപീരിയോഡിസം. ചെടികൾക്ക് അവയുടെ ഫ്ലവറിങ്ങിന് അല്ലെങ്കിൽ സസ്യങ്ങളുടെ വളരെ വളർച്ചാ ഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഫ്ലവറിങ്. സസ്യങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്നതിനെ ലൈറ്റിന് എന്താണ് ഇൻഫ്ലുവൻസ്? സം പ്ലാന്റ്സ് റിക്വയർ എ പീരിയോഡിക് എക്സ്പോഷർ to light to induce flowering. ചില സസ്യങ്ങൾക്ക് ഒരു പ്രത്യേക അനുപാതത്തിൽ ലൈറ്റ് അവൈലബിൾ ആകുമ്പോൾ മാത്രമാണ് അവയ്ക്ക് ഫ്ലവർ ചെയ്യാനായിട്ട് സാധിക്കുക. The phenomenon of the response of plants to relatively day and night length is called photoperiodism. The word was first used by W. Gardner and H.A. Allard. So ഫോട്ടോപീരിയോഡിസം എന്ന ഫിനോമിനൻ എന്താണ് ശരിക്കും? ഒരു സസ്യത്തിന് പൂക്കുന്നതിന് അല്ലെങ്കിൽ ഫ്ലവർ ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ ലെങ്ത് ഓഫ് ഡേ ലൈറ്റ് എക്സ്പോഷറോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലെങ്ത് ഓഫ് നൈറ്റ് എക്സ്പോഷറോ ഉണ്ടെങ്കിൽ മാത്രമേ ഫ്ലവർ ചെയ്യാൻ സാധിക്കൂ എന്ന ഫിനോമിനനാണ് ഫോട്ടോപീരിയോഡിസം. നോർമലി നമ്മൾ ഒരു ഡേ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ഡേ ലെങ്ത് ആയിട്ട് നമുക്ക് നോർമലി 12 അവേഴ്സിനെ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ദ ഡെയിലി ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് റെഫേർഡ് ആസ് ഫോട്ടോ പീരിയഡ്. അതായത് നോർമൽ ഒരു ഡേ ലെങ്ത് എന്ന് നമ്മൾ പറയുന്ന നോർമലി നമുക്ക് കിട്ടുന്ന ഡേ ഡ്യൂറേഷനെ നമുക്ക് ഫോട്ടോ പീരിയഡ് എന്ന് പറയാം. ഫോട്ടോ പീരിയഡിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഫോട്ടോ പീരിയഡിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് ഒരു സസ്യത്തിൽ അതിൻ്റെ ഫ്ലവറിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സസ്യങ്ങളെ ഫോട്ടോ പീരിയഡിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് we can categorize mainly it into 3 types. The first one is long day plants. The plants which flower when the photoperiod become greater than the well-defined critical day length
ആർ കോൾഡ് ലോങ് ഡേ പ്ലാന്റ്സ്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, നോർമൽ ഡേ ഡ്യൂറേഷനെയാണ് നമ്മളൊരു ഫോട്ടോ പീരീഡ് എന്ന് പറയുക, അല്ലെങ്കിൽ നമുക്കൊരു ക്രിട്ടിക്കൽ ഡേ ഡ്യൂറേഷൻ, ക്രിട്ടിക്കൽ ഡേ ലെങ്ത് എന്ന് പറയാം. നോർമലി നമുക്ക് കിട്ടുന്ന ഡേ ലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ള പീരീഡ്. അതിൽ കൂടുതൽ, സാധാരണ നമുക്ക് ലഭിക്കുന്ന ഡേ ലെങ്ത്തിനേക്കാൾ കൂടുതൽ ലെങ്ത് ഓഫ് ലൈറ്റ് കിട്ടിയാൽ മാത്രമേ പുഷ്പിക്കൂ എന്നുള്ള സസ്യങ്ങളെയാണ് നമ്മൾ ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറയുക. The flowering will begin only if the day length is greater than the critical day length, and it requires a short night than the critical dark period. സ്വാഭാവികമായിട്ടും ഡേ ലെങ്ത് കൂടുതൽ വേണ്ടി വരുമ്പോൾ നൈറ്റ് ലെങ്ത് എന്തു മതി? നൈറ്റിൻ്റെ അളവ് കുറവ് മതി. അതുകൊണ്ട് തന്നെ ലോങ് ഡേ പ്ലാന്റ്സിനെ ഷോർട്ട് നൈറ്റ് പ്ലാന്റ്സ് എന്നും പറയാം. ഇത് ഫോട്ടോ പീരിയഡ് അനുസരിച്ച് അല്ലെങ്കിൽ ഡേ ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് ചെടി കാണിക്കുന്ന ഒരു റെസ്പോൺസിൽപ്പെട്ട ഒരു കാറ്റഗറി സസ്യങ്ങളാണ്. ഏതൊക്കെയാണ് ഇത്തരത്തിൽ ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് നമുക്ക് പറയാവുന്നത്? വീറ്റ്, ബാർലി, ഷുഗർ ബീറ്റ്, ലെറ്റ്യൂസ്, സ്പിനാച്ച്, ക്യാബേജ്, റാഡിഷ് മുതലായ സസ്യങ്ങളൊക്കെ ലോങ് ഡേ പ്ലാന്റ്സ് ആണ്. അവയ്ക്ക് ക്രിട്ടിക്കൽ ഡേ ലെങ്ത് കൂടുതലായിട്ട് വേണ്ടി വരുന്നു. എന്നാൽ മറ്റൊരു കാറ്റഗറി പ്ലാന്റ്സ് ഉണ്ട്. ദേ ആർ ഷോർട്ട് ഡേ പ്ലാന്റ്സ്. That is the plants which flower when the photo period become shorter than the well-defined critical day length. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഡേ ലെങ്ത്, ഒരു നോർമൽ ഡ്യൂറേഷനിലുള്ള ഡേ ലെങ്ത് സേ ഇഫ് ഇറ്റ് ഇസ് 12 hours, അതിൽ കുറവ് മതിയെങ്കിൽ അവയുടെ ഫ്ലവറിങ്ങിന് ആ ഡേ ലെങ്ത്തിനേക്കാൾ കുറച്ച് മതി എന്നുള്ള സസ്യങ്ങളാണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ്. The flowering will begin only if the day length is shorter than the critical day length. That is, long night than the critical dark period for flowering is required. സ്വാഭാവികമായിട്ടും ഡേ ലെങ്ത് കുറയുമ്പോൾ നൈറ്റിൻ്റെ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. സോ ദേ ആർ അതർവൈസ് നോൺ ആസ് ലോങ് നൈറ്റ് പ്ലാന്റ്സ്. ഏതൊക്കെയാണ് ലോങ് നൈറ്റ് പ്ലാന്റ്സിന് എക്സാമ്പിൾ? ദറ്റ് ഈസ് റൈസ്, ഷുഗർ കെയിൻ, പൊട്ടാറ്റോ, ഡാലിയ, ക്രൈസാന്തമം. ദീസ് ഓൾ ആർ ഷോർട്ട് ഡേ പ്ലാന്റ്സ്. Then, which is the third category? It's the day neutral plants. Long day plantsനെയും short day plantsനെയും നമ്മൾ കണ്ടു. ഇനിയുള്ള കാറ്റഗറി, they are day neutral plants, the plants which flower after a period of vegetative growth regardless of the photo period are called day neutral plants or photo neutral plants. ലോങ് ഡേ പ്ലാന്റുമല്ല ഷോർട്ട് ഡേ പ്ലാന്റുമല്ല. ഒരു വെജിറ്റേറ്റീവ് ഗ്രോത്ത്, അതായത് അവയുടെ കായിക വളർച്ച കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലൈറ്റിൻ്റെ റെസ്പോൺസിനെ ബാധിക്കാതെ തന്നെ ഫ്ലവറിങ് എന്ന ഘട്ടത്തിലേക്ക് കടക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്ന് പറയുക. അവയ്ക്ക് ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ ഒരു ഘടകമാകുന്നില്ല. അത്തരം സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് കുക്കുംബർ, സൺഫ്ലവർ, ടൊമാറ്റോ, ചില്ലി എക്സെട്ര. ഇവിടെ നമുക്ക് ലൈറ്റ് പീരീഡിൻ്റെ ഡ്യൂറേഷൻ മാത്രമല്ല നൈറ്റിൻ്റെ ഡ്യൂറേഷനും, അതായത് ഇരുട്ടിൻ്റെ ഡ്യൂറേഷനും ഫ്ലവറിങ്ങിനെ ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇത്തരത്തിൽ സസ്യങ്ങളെ 3 വിഭാഗത്തിലാണ് നമ്മൾ പെടുത്തുക: ലോങ് ഡേ പ്ലാന്റ്സ് എന്നും, ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്നും, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്നും. എന്താണ് ഇത്തരത്തിൽ ഫ്ലവറിങ് അല്ലെങ്കിൽ ഈ ലൈറ്റിൻ്റെ റെസ്പോൺസിന് സസ്യങ്ങളിൽ ഉണ്ടാകുന്ന എന്ത് മെക്കാനിസമാണ് ഈ ഫ്ലവറിങ്ങിലേക്ക് നയിക്കുന്നത്? ലൈറ്റിനെ പെർസീവ് ചെയ്യുന്ന പ്ലാന്റിൻ്റെ ഭാഗം ഏതാണ്? ശരിക്കും പൂക്കൾ ഉണ്ടാകുന്ന ഭാഗത്താണോ ഈ ലൈറ്റിൻ്റെ റെസ്പോൺസ് സസ്യങ്ങളിൽ ഉണ്ടാവുക? അല്ല. ലൈറ്റിനെ പെർസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ദ സൈറ്റ് ഓഫ് പെർസെപ്ഷൻ ഓഫ് ലൈറ്റ് ഇൻ പ്ലാന്റ്സ് ഈസ് ഓൾവേസ് ലീവ്സ്. ഇലകളാണ് ലൈറ്റിനെ പെർസീവ് ചെയ്യുന്നത്. ചെടിയുടെ സ്വഭാവം അനുസരിച്ച് ഷോർട്ട് ഡേ പ്ലാന്റ് ആണോ, ലോങ് ഡേ പ്ലാന്റ് ആണോ, ഡേ ന്യൂട്രൽ പ്ലാന്റ് ആണോ എന്നതനുസരിച്ച് ചെടികൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ചെടികളിൽ പതിക്കുന്ന ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് the leaves produce hormones which are responsible for flowering, and they are transported to the place where the flowers are produced. ലീഫ് അല്ലെങ്കിൽ ഇലകൾ ലൈറ്റിനെ റിസീവ് ചെയ്യുന്നതനുസരിച്ച്, അതിൻ്റെ ദൈർഘ്യം അനുസരിച്ച് ഹോർമോണുകൾ, ഫ്ലോറിജൻ എന്ന ഫ്ലവറിംഗ് ഹോർമോൺ സിന്തസൈസ് ചെയ്യുകയും അവ പൂക്കളുണ്ടാകുന്ന ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് സസ്യങ്ങൾ ഫോട്ടോ പീരിയോഡിസം എന്ന റെസ്പോൺസിനനുസരിച്ച് ഫ്ലവറിങ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. സോ ദിസ് റെസ്പോൺസ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ഡ്യൂറേഷൻ towards the flowering of a particular plant is known as photoperiodism.
The next phenomenon, which is based on an external factor that is seen in plants, is vernalization. Photoperiodism എന്ന ഒരു മെക്കാനിസം നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലുള്ള ഒരു മെക്കാനിസം നമ്മൾ കണ്ടു കഴിഞ്ഞു. The next one is vernalization. എന്താണ് vernalization? In some plants, the flowering depends on exposure of low temperature. നമ്മൾ നേരത്തെ കണ്ടതിനകത്ത് ഫ്ലവറിങ്ങിനെ ബാധിച്ച ഒരു ഘടകം ലൈറ്റ് ആയിരുന്നുവെങ്കിൽ ചില സസ്യങ്ങളിൽ ഫ്ലവറിങ്ങിനെ ബാധിക്കുന്ന ഘടകം അവിടുത്തെ ടെമ്പറേച്ചറാണ്. ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഫ്ലവർ ചെയ്യാൻ കഴിയുന്ന ചില വിത്തുകളുണ്ട്. Normally, vernalization refers specially to the promotion of flowering by a period of low temperature. ഒരു ഉദാഹരണ സഹിതം നമ്മൾ vernalization എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, വീറ്റ് എന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാർഷിക വിളയ്ക്ക് രണ്ട് തരം വെറൈറ്റികളാണുള്ളത്. വൺ ഈസ് സ്പ്രിംഗ് വെറൈറ്റി ആൻഡ് ദ അതർ ഈസ് വിൻ്റർ വെറൈറ്റി. സ്പ്രിംഗ് വെറൈറ്റീസ് നോർമലി സ്പ്രിംഗ് സീസൺ, അതായത് വസന്തകാലത്തിൽ തന്നെ വിതയ്ക്കുന്നു. ആ കാലഘട്ടത്തിൻ്റെ ഒടുവിൽ തന്നെ അത് വിത്താവുകയും അല്ലെങ്കിൽ പൂത്ത് വിത്തായി നമുക്ക് അതിനകത്തുനിന്ന് വിളവെടുക്കാനും സാധിക്കുന്നതാണ് സ്പ്രിംഗ് വെറൈറ്റി വീറ്റ്സ്. അതേസമയം വിൻ്റർ വെറൈറ്റി വീറ്റ്സ് ഉണ്ട്. അവ സ്പ്രിംഗ് സീസണിൽ വിതച്ചു കഴിഞ്ഞാൽ ശരിക്കും സ്പ്രിംഗ് സീസണിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് ദാറ്റ് കൈൻഡ് ഓഫ് സീഡ്സ് റിക്വയർ എ ലോ ടെമ്പറേച്ചർ ഫോർ ഇറ്റ്സ് ഫ്ലവറിങ്. അതുകൊണ്ട് തന്നെ സ്പ്രിംഗ് സീസണിൽ അവ വിതയ്ക്കാറില്ല. വിൻ്റർ വെറൈറ്റീസ് നമ്മൾ ഓട്ടം സീസണിൽ വിതയ്ക്കുന്നു. വിൻ്ററിലൂടെ കടന്നു പോയി അവ ഏകദേശം സമ്മർ സീസണിൻ്റെ മിഡ് സമ്മർ ആകുമ്പോൾ മാത്രമാണ് നോർമൽ കേസിൽ അവയിൽ നിന്ന് വിളവെടുപ്പ് നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ വിൻ്റർ സീസൺ വെറൈറ്റീസിനെ ചില്ലിംഗ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവയെ ഒരു ലോ ടെമ്പറേച്ചറിൽ, ദാറ്റ് ഈസ് വെൻ ദേ ആർ ട്രീറ്റഡ് ടു when the seeds of the winter varieties are treated in a low temperature, that is 0 degrees Celsius to 5 degrees Celsius, ആ ഒരു ടെമ്പറേച്ചറിൽ അവയെ ട്രീറ്റ് ചെയ്തിട്ട് വിതയ്ക്കുകയാണെങ്കിൽ ദേ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ദേ ക്യാൻ ബി സോൺ ഇൻ ദ സ്പ്രിംഗ് സീസൺ ഇറ്റ്സെൽഫ്. ദേ ക്യാൻ ബി കൺവേർട്ടഡ് ടു സ്പ്രിംഗ് വെറൈറ്റീസ്. അതായത് വിൻ്റർ വെറൈറ്റീസിനെ ഒരു ചില്ലിംഗ് ട്രീറ്റ്മെൻറ്റ് നൽകുന്നത് വഴി സ്പ്രിംഗ് വെറൈറ്റീസ് ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവ സവിശേഷതകളോട് സമാനമായതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ vernalization. എന്താണ് vernalization? It is a chilling treatment provided for plants which can enhance flowering and seed production in plants. Vernalization നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം സസ്യങ്ങളാണ് ബൈനിയൽസ്. ബൈനിയൽസിനെ നിങ്ങൾക്കറിയാം, 2 വർഷം കൊണ്ട് ജീവിത കാലഘട്ടം പൂർത്തിയാകുന്ന സസ്യങ്ങളാണ് ബൈനിയൽസ്. ഒരു വർഷം അവ വെജിറ്റേറ്റീവ് ഫേസ് ആയിട്ട് അല്ലെങ്കിൽ കായിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുകയും രണ്ടാമത്തെ വർഷത്തിൽ അത് ഫ്ലവർ ചെയ്ത് സസ്യം പൂർണ്ണമായിട്ടും ആ വർഷം കൊണ്ട് നശിച്ചു പോവുകയും ചെയ്യുന്ന ബൈനിയൽസ്, ഉദാഹരണം ബീട്രൂട്ട്, ക്യാബേജ് പോലുള്ള സസ്യങ്ങൾ ബൈനിയൽസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അവ മോണോകാർപ്പിക്കാണ്, ഒരു ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന സസ്യങ്ങളാണ്. അത്തരം സസ്യങ്ങളിലും vernalization എന്ന ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ 1 degree Celsius to 10 degrees Celsius, accelerate the growth of seedlings and results in early flowering of such biennial plants also. So vernalization can be considered as a very important treatment, called treatment, that stimulates the subsequent photoperiodic flowering response of plants. So ബൈനിയൽസിലാണെങ്കിലും വീറ്റ് വെറൈറ്റീസിലാണെങ്കിലും ചില്ലിംഗ് ട്രീറ്റ്മെൻറ്റ് നൽകുന്നത് വഴി വളരെ പെട്ടെന്ന് അവയുടെ ഫ്ലവറിംഗ് സീസൺ എൻഹാൻസ് ചെയ്യാൻ സാധിക്കാറുണ്ട്. So that are the effects of certain external environmental factors such as temperature and light in the in the developmental stages of certain plants. And the next phenomenon is seed dormancy. നമുക്കറിയാം, വിത്ത് ധാരാളം വർഷങ്ങളോളം തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. അവയുടെ ജെർമിനേഷൻ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുകയും വീണ്ടും ഫേവറബിൾ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ ചെടിയാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളത് വിത്തിൻ്റെ വളരെ വലിയൊരു പ്രത്യേകതയാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ എക്സ്റ്റേണൽ ഫാക്ടർ
ജലം അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്താലും ചില വിത്തുകൾ മുളയ്ക്കാറില്ല. ഇറ്റ് ഈസ് ബിക്കോസ് ദേ ഹാവ് സം ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻഹിബിറ്റ് ദെയർ ഗ്രോത്ത്. അത്തരത്തിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് വിത്ത് മുളയ്ക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടാകും. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും സീഡിനെ ഡോർമെൻ്റ് ആയിട്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഫേവറബിൾ ആകുമ്പോൾ പോലും സീഡിനെ ഡോർമെൻ്റ് ആക്കി വെക്കുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഇംപെർമിയബിൾ ആൻഡ് ഹാർഡ് സീഡ് കോട്ടാണ്. പൊട്ടി പുറത്തേക്ക് വരാൻ പറ്റുന്ന, സീഡിനെ ആവരണം ചെയ്തൊരു കോട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. സീഡ് ഹാഡ് എ കവറിംഗ് നോൺ എ സീഡ് കോട്ട്. ആ സീഡ് കോട്ട് പൊട്ടിച്ചിട്ട് വേണം പുറത്തേക്ക് ജേർമിനേറ്റ് ചെയ്തു വരാൻ, പുതിയ സീഡ്ലിങ്ങിനെ ജേർമിനേറ്റ് ചെയ്തു വരാൻ. നിങ്ങൾ വീട്ടിൽ പയറും വെണ്ടയുടെയും ഒക്കെ വിത്ത് മുളയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആ സീഡ് കോട്ട് പൊട്ടിയിട്ടാണ് പുറത്തേക്ക് വരിക. അത് പൊട്ടാൻ പറ്റാത്തത്രയും കട്ടിയുള്ളതായിട്ട് മാറുകയാണെങ്കിൽ സീഡ് റിമെയിൻ ഡോർമെൻറ്റ്. And another factor is the presence of chemical inhibitors such as abscisic acid, phenolic acid, para-ascorbic acid മുതലായ abscisic acid, phenolic acid, para-ascorbic acid മുതലായ കെമിക്കൽസിൻ്റെ പ്രസൻസ് ഇത്തരം സീഡിനെ ഡോർമെൻ്റ് ആയിട്ട് ഇരിക്കുന്നതിന് സഹായിക്കും, അല്ലെങ്കിൽ അവ ഡോർമെൻ്റ് ആക്കി മാറ്റും. ഇമ്മച്വർ എംബ്രിയോസ് ഉണ്ടാവുക, ഭ്രൂണത്തിൻ്റെ ശരിയായ വളർച്ച ഉണ്ടാകാതിരിക്കുക, ഇതും സീഡ് ഡോർമെൻ്റ് ആയിരിക്കാനുള്ള ഒരു റീസണാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നത്? ചെടി അല്ലെങ്കിൽ സീഡ് ഡോർമെൻ്റ് ആയിട്ടിരിക്കുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? സീഡ് കോട്ടിൻ്റെ ബാരിയർ ആണെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കട്ടിയുള്ള സീഡ് കോട്ടാണ് സീഡ് ഡോർമെൻ്റ് ആയിട്ടിരിക്കുന്നതിനൊരു കാരണമെങ്കിൽ there are natural and mechanical ways by which this impermeable seed coat can be broken. എങ്ങനെയാണ് നമുക്ക് മാനുവലി ഒരു സീഡ് കോട്ട് പൊട്ടിച്ചു കൊടുക്കാൻ പറ്റുക? അല്ലേ, നൈഫോ അല്ലെങ്കിൽ ഒരു സാൻഡ് പേപ്പറോ ഉപയോഗിച്ചിട്ട് വളരെ ഒരു ചെറിയ മുറിവ് ആ സീഡിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ മെത്തേഡ്സിലൂടെ സീഡിനെ ആ ജേർമിനേഷൻ അല്ലെങ്കിൽ അതിന് ഡോർമൻസി ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നാച്ചുറൽ ആക്ഷൻ, മണ്ണിലേക്ക് നമ്മൾ വെറുതെ ഇട്ട് കൊടുത്താൽ ഹാർഡ് സീഡ് കോട്ട് ആണെങ്കിൽ ചില മൈക്രോബ്സിൻ്റെ ആക്ഷൻ കൊണ്ട് ആ സീഡ് കോട്ട് പൊട്ടിയിട്ട് അല്ലെങ്കിൽ ചില സൂക്ഷ്മജീവികൾ, മണ്ണുകളിലെ ചില സൂക്ഷ്മജീവികൾ ആ സീഡ് കോട്ടിനെ അലിയിച്ചു കളയാനായിട്ട് അല്ലെങ്കിൽ അത് അതിൻ്റെ ഹാർഡ്നെസ് പൊട്ടിക്കാനായിട്ട് സഹായിക്കാറുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഏതെങ്കിലും ഒരു കെമിക്കൽ പ്രസൻസ് കൊണ്ടാണ് ഇത്തരത്തിൽ സീഡ് ഡോർമൻസി ഉണ്ടാകുന്നതെങ്കിൽ ദ ഇഫക്റ്റ് ഓഫ് ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ subjecting to chilling conditions or by applications of chemicals like gibberellic acid and nitrates. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ascorbic ആസിഡോ അല്ലെങ്കിൽ പാരാ ascorbic ആസിഡോ പോലെയുള്ള കെമിക്കൽസിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഇത്തരത്തിൽ സീഡ് ഡോർമെൻ്റ് ആയിട്ടിരിക്കുന്നതെങ്കിൽ അവയെ അതിന് ആൻറ്റഗോണിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് എതിരെയുള്ള ആക്ഷനുള്ള കെമിക്കൽസ് പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ചില്ലിംഗ് ട്രീറ്റ്മെൻറ്റ് നൽകുകയോ ചെയ്യുന്നത് വഴി ആ ഒരു സീഡ് ഡോർമൻസി അല്ലെങ്കിൽ ആ ഒരു റീസണെ, സീഡ് ഡോർമൻസിയുടെ ആ റീസണെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ചേഞ്ചിങ് ദ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, വിത്ത് ഇരിക്കുന്ന എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് മാറ്റി കൊടുക്കുന്നത്, അതായത് അതിൻ്റെ ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കൂടുതൽ നൽകുക വഴിയോ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുക വഴിയോ, ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്തേക്ക് മാറ്റുക വഴിയോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറവുള്ള സ്ഥലത്തേക്ക് മാറ്റുക വഴിയോ ഒക്കെ ചെയ്യുന്നത് വഴി സീഡ് ഡോർമൻസി നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതും ചെടിയുടെ വളർച്ചയെയും വികാസത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. So in this chapter, the plant growth and development, we have seen the various stages during the growth and development of a plant, various factors which influence the growth and development of a plant, and the various phenomena which are associated with the growth and development of a plant. ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗത്തിൻ്റെ ഒരു അസൈൻമെൻറ്റ് കൂടെ നമുക്ക് നോക്കാം. You are now aware of various changes that occur in various plants during their growth and development. Try to find out the mechanism and changes that happens in different plants in various processes like photoperiodism, vernalization, etc. സസ്യങ്ങളുടെ
വലിയൊരു ലോകത്തേക്കാണ് ബോട്ടണി എന്ന ഈ വിഷയം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. സസ്യങ്ങളുടെ ക്ലാസിഫിക്കേഷൻ തുടങ്ങി അവയിലുണ്ടാകുന്ന പ്രധാന ഫിസിയോളജിക്കൽ പ്രവർത്തനങ്ങളെല്ലാം പഠിച്ച് ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായ വളർച്ചയും വികാസം വരെയുള്ള പാഠഭാഗങ്ങളിലൂടെ കടന്നു വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഇവിടെ ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം അവയുടെ വളർച്ചയിലും വികാസത്തിലും ധാരാളം ചേഞ്ചസ് ഉണ്ടാകും എന്ന് ഈ പാഠഭാഗത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ചെടിയുടെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത മെക്കാനിസങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുക. ഫോട്ടോപീരിയോഡിസം, വെർണലൈസേഷൻ തുടങ്ങിയ മെക്കാനിസത്തിന് അല്ലെങ്കിൽ തുടങ്ങിയവയുടെ പിന്നിൽ എന്താണ് ഇവയിൽ നടക്കുന്ന പ്രവർത്തനം, എങ്ങനെയാണ് ലൈറ്റിനും അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിനുമൊക്കെ ചെടികളിൽ അവയുടെ ഫ്ലവറിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്കൂളുകളിൽ നേരിട്ട് പോകാൻ സാധിക്കാതെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് നമ്മുടെ പഠനം മുഴുവൻ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ബോട്ടണിയെ സംബന്ധിച്ചിടത്തോളം 11 ചാപ്റ്ററുകളിൽ ആയിട്ട് സസ്യലോകത്തെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം അറിവുകൾ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. സ്കൂളിൽ നേരിട്ട് അധ്യാപകരെയോ അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെയോ ഒന്നും കാണാതെ വളരെ ദുർഘടമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ അറിവിൻ്റെ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളുടെ ഒരു മൂല്യവും ഒട്ടും ചോർന്നു പോകാതെ ഇത് മുഴുവൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ അധ്യാപകർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ആ ഒരു രീതിയിൽ തന്നെ പാഠപുസ്തകങ്ങളും ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെയും സഹായത്തോടു കൂടി തന്നെ ഇവയെല്ലാം മനസ്സിലാക്കിയെടുക്കുന്നതിൽ നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ബോട്ടണിയിലെ 11 ചാപ്റ്ററുകളിലൂടെ പുതിയ അറിവുകളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിട്ടുള്ളത്. ഈ അറിവുകൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അടുത്ത വർഷം തീർച്ചയായിട്ടും നമുക്ക് ആത്മവിശ്വാസമുണ്ട് ക്ലാസ്സുകളിൽ എത്താൻ സാധിക്കുമെന്നും സ്വാഭാവികമായിട്ടും ക്ലാസ്സുകൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലുള്ളതുപോലെ തന്നെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാനും സാധിക്കും. ഈ അറിവുകളുടെ തുടർച്ചയാണ് അടുത്ത 2ാം വർഷം നമുക്കുള്ളത്. ഇപ്പോൾ വരുന്ന പരീക്ഷയെ അഭിമുഖീകരിക്കാനും മറ്റും ഫസ്റ്റ് ബെൽ ക്ലാസ്സുകൾ വളരെയേറെ നിങ്ങളെ സഹായിക്കും. ഈ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും എല്ലാ ക്ലാസ്സുകളും വീണ്ടും കാണുക, അധ്യാപകരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇതിനകത്ത് വന്ന എല്ലാ ഭാഗങ്ങളും പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് ഉപയോഗപ്പെടുത്താനും നിങ്ങൾ ശ്രമിക്കുക. Stay safe. Thank you.